വിഷ്, സെർവന്റിനോട് ഇങ്ങനൊരു അടുപ്പം കാണിക്കാൻ പാടില്ല. അത് നമുക്ക് കുറച്ചിലാണ്. സെർവന്റിനെ മോളിൽ കൊണ്ടുവന്ന് തള്ളിയിട്ട അതും കുറച്ചില്ലല്ലേ ആന്റി? ദേ, ഇവിടെ എവിടെയെങ്കിലും മാറിയിരുന്നോണം. പർച്ചേസ് കഴിയുമ്പോ ഞങ്ങൾ വിളിക്കാം. ആന്റി, വെഡിങ് കളക്ഷൻ അവിടെയാ, വാ. വാവ്, കൊള്ളാല്ലേ? ദിസ് ഈസ് നൈസ് വൺ അല്ലേ? നല്ല സ്റ്റൈലായിട്ടുണ്ട്. ആന്റി, ഈ സാരി എങ്ങനെയുണ്ട്? എന്നോട് എന്തിനാ മോളെ ചോദിക്കുന്നേ? വിശാലിനോടല്ലേ അഭിപ്രായം ചോദിക്കേണ്ടത്? വിശാലിനോട് ചോദിക്ക. വിശാൽ, ഈ സാരി എങ്ങനെയുണ്ട്? ആ, കൊള്ളാം. അപ്പൊ ഇതോ? വിശാൽ, ഇത് കൊള്ളാമോ? വിശാൽ, ഇത് കൊള്ളാവോന്നാ ചോദിച്ചേ. നോട്ട് ബാഡ്. ഈ സാരി നിനക്ക് അടിപൊളിയായിരിക്കും. എനിക്ക് വേണ്ട വിശാൽ സർ, അടിപൊളിയായിരിക്കും. എനിക്ക് വേണ്ട. വേണ്ട. ഇനി വന്നേ. നല്ലൊരു സാരി കാണിച്ചപ്പോ വേണ്ടെന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ പെൺകുട്ടി നീ ആയിരിക്കും. നല്ല സാരിന്ന് എന്തുകൊണ്ടാ വിശാൽ സാർ പറഞ്ഞത്? ഇതിന് എത്ര വിലയാണെന്ന് നിനക്കറിയോ? വില കൂടിയ സാരിയൊന്നും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നല്ല സാരി അല്ല വിശാൽ സാർ. സാരി വാങ്ങിച്ചു കൊടുക്കുന്ന ആളുടെ മനസ്സിൽ നിറയെ സ്നേഹമുണ്ടെങ്കിൽ അത് നല്ല സാരിയാ. സ്നേഹമില്ലെങ്കിലോ മോശ സാരി. എന്റെ മനസ്സിൽ ഒട്ടും സ്നേഹമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? നിറയെ സ്നേഹം, ഒരു കുന്നോളം സ്നേഹം. അതുകൊണ്ടല്ലേ എന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ നോക്കുന്നേ. ദിസ് വൺ ഓൾസോ നൈസ്. നീ എന്റെ കൊച്ചുകുട്ടി തന്നെയാ. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവം കുട്ടി. എന്റെ കുഞ്ഞാവയ്ക്ക് ഞാനൊരു സമ്മാനം തരാൻ പോവാ. വാ. വിശാൽ സർ, ആരെങ്കിലും കാണും. കാണട്ടെ. പാർവതിയെ ചേർത്ത് പിടിച്ച് വിശാൽ ഇങ്ങനെ നടക്കുന്നത് ഈ ലോകത്തുള്ളവർ മുഴുവൻ കാണണം. ഇങ്ങോട്ട് വരാം. ആരെങ്കിലും കാണും. സൂപ്പർ. അതെ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഈ ഷോപ്പിലുള്ള മുഴുവൻ സാരിയും ഞാൻ നിനക്ക് വാങ്ങിത്തരും. വേണ്ട. പിന്നെ എന്താ നിനക്ക് വേണ്ടത്? വിശാൽ സാറ് എന്നോടിങ്ങനെ ചേർന്ന് നിന്നാ മാത്രം മതി. വേറൊന്നും എനിക്ക് വേണ്ട. ആന്റി, ദേ നോക്കിയേ. ഇതൊക്കെ പാക്ക് ചെയ്തോളൂ. നടക്ക്. വിശാൽ, എന്തായി കാണിക്കുന്നേ? ഇത് ഞാൻ സെലക്ട് ചെയ്ത സാരിയല്ലേ? ഇതെന്തിനാ ഇവക്കെടുത്തു കൊടുത്തേ? നല്ല ഭംഗിയുള്ള സാരിയാ. വിഷ്, നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെയാ ജാസ്മിൻ അത് സെലക്ട് ചെയ്തത്. ഇത് ഇവൾക്ക് എടുത്തു കൊടുത്തത് എന്തിനാണെന്നാ ജാസ്മിൻ ചോദിച്ചത്. ഭംഗിയുള്ള സാരി ഭംഗിയുള്ള ആള് തന്നെ ഉടുക്കണ്ടേ ആന്റി? വാട്ട്? ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കാൻ പാടില്ലെന്ന് ആന്റി നിന്നോട് പറഞ്ഞു തല്ലടി. ഇവിടുന്ന്
ഇത് മുഴുവൻ ബില്ലടിച്ചോളൂ. വിഷ്, ജ്വല്ലറി എവിടെയാ? ഇവിടെ തന്നെ ഉണ്ട് ആന്റി. ആ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. ജാസ്മിൻ, ഈ റിംഗ് എങ്ങനെയുണ്ട്? അത് കൊള്ളില്ല ആന്റി. ദാ ഇതെങ്ങനെയുണ്ട് ആന്റി? വിഷ്, ഈ റിംഗ് ഇഷ്ടമായോ? ഇത് വേണ്ട ആന്റി, എനിക്കിത് ഇഷ്ടായില്ല. ഇത് നോക്കി വിശാൽ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേറെ ഉണ്ടെങ്കിൽ നോക്ക്. ദേ ഇത് വിശാലിന് ഇഷ്ടപ്പെടും. അതെ, ഇവിടെ സെലക്ഷൻ കുറവാ. നമുക്ക് അടുത്ത ജ്വല്ലറി പോവാം. വിശാൽ ഇത് നോക്കി. നിന്റെ സെലക്ഷൻ കൊള്ളാം. ഇഷ്ടായോ? യാ, ദിസ് ഈസ് റിയലി ഗുഡ്. ഇത് തന്നെ മതി. ദാ. അയ്യോ, പൊന്ന് മഹാലക്ഷ്മി ജാസ്മിൻ, ശ്രദ്ധിച്ചെടുക്കാൻ വയ്ക്കുകയൊക്കെ വേണം. വിവാഹമോതിരമാണ്. താഴെ വീണത് വേണ്ട, വേറെ എടുക്കാം. അത് കുഴപ്പമില്ല ജാസ്മിൻ, സ്വർണത്തിന് അശുദ്ധി ബാധിക്കില്ല. ഇത് വേണ്ടാന്ന് പറഞ്ഞില്ലേ? വിഷ്, അടുത്ത ഷോപ്പിലേക്ക് പോവാം. കമാ. വേണ്ട ആന്റി, ഈ റിംഗ് എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ അടുത്ത കടയിലേക്ക് പോകുന്നത്? ജാസ്മിൻ പറയുന്ന കേട്ടില്ലേ? ആര് പറഞ്ഞാലും എനിക്ക് ഈ റിംഗ് മതി. എന്ത് സാധനമാണെങ്കിലും എനിക്ക് പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെട്ടാൽ അത് സ്വന്തമാക്കി ഞാൻ അടങ്ങും. ആന്റിക്കും അതറിയാലോ. ആ, ഇത് ബില്ലടിച്ചോളൂ. എടാ ജതിനെ, എത്ര നാളായടാ നമ്മൾ കണ്ടിട്ട്? എടാ എന്താടാ ഇങ്ങനെ നോക്കുന്നേ? എന്നെ മനസ്സിലായില്ലേ? എടാ ഞാൻ പ്രദീപാടാ, നമ്മൾ സെന്റ് മേരീസിൽ ഒരുമിച്ച് പഠിച്ചതാ. പ്രദീപോ? എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ആള് മാറിപ്പോയെന്ന് തോന്നുന്നു. ജതിനല്ലേ? അല്ലല്ല, എന്റെ പേര് ശശി എന്നാ. സോറി ഏട്ടാ,
കാണാൻ ചെയ്തതിനെ പോലെ ഉണ്ട്. It's okay, it's okay. ശരി ചേട്ടാ. ബാഗുകളൊക്കെ എടുത്ത് അകത്തോട്ട് വാടി. കൂടെ യാത്ര ചെയ്യാൻ സമ്മതിച്ചപ്പോ കെട്ടിലമ്മയാണെന്ന വിചാരം. ശ്ശോ, ഇവളിത് മുഴുവൻ നാശാക്കുമല്ലോ. സെർവന്റിനെ വെക്കുമ്പോ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള സെർവന്റിനെ വെക്കണം. അല്ലാതെ അലഞ്ഞു തിരിഞ്ഞു വരുന്നവരെയൊക്കെ പിടിച്ച് വീട്ടു ജോലിക്ക് നിർത്തിയാൽ ഇങ്ങനെ ഇരിക്കും. വേഷ്, ഇവൾക്ക് എത്രയാ സാലറി? സാലറി എത്രയായാലും ഇന്ന് മുതൽ അതിന്റെ പകുതി കൊടുത്താൽ മതി. ആദ്യം നന്നായി ജോലി ചെയ്യാൻ പഠിക്കട്ടെ. നിന്ന് താളം തുള്ളാതെ ഇങ്ങോട്ട് കൊണ്ടുവാടി. ദേ, അതിലേതെങ്കിലും ഒന്ന് താഴെ ഇട്ടാ നിന്റെ കഥ ഞാൻ കഴിക്കും. നീ എന്തിനാ സഹായിക്കാൻ നിൽക്കുന്നത്? ഇവളെയൊന്നും തൊടാൻ പാടില്ല. സാനിറ്റൈസർ ഇട്ട് കൈയൊക്കെ ക്ലീൻ ചെയ്യണം, കേട്ടല്ലോ? പകുതി ഞാൻ എടുക്കാം. വേണ്ട വിശാൽ സർ. ഇങ്ങി തരാനല്ലേ പറഞ്ഞത്? ദാ, കണ്ടില്ല ആന്റി, അവൾക്ക് ഒറ്റയ്ക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും വിശാല് സഹായിക്കുന്നത് കണ്ടില്ലേ? വിശാല് സഹതാപം കാണിക്കുന്നോണ്ടേ ഇവക്ക് അഹങ്കാരിച്ചിട്ട് കൂടിയിട്ടുണ്ട്. പേഷ്, നീ എന്തിനാ അവളെ സഹായിക്കാൻ നിൽക്കുന്നേ? ആ ബാഗ്സ് ഒക്കെ അവളുടെ കൊടുത്തേ. അതെ, ഞാൻ സഹായിച്ചൊന്നും അല്ല. പിന്നെ ഈ മുഖം കണ്ടിട്ടേ പഞ്ചപാവണമെന്നൊന്നും വിചാരിക്കണ്ട. ആളെ പേരും കള്ളിയ. ഈ ബാഗിലൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളില്ലേ, ഇവളെ അടിച്ചു മാറ്റിക്കളയും. ആണോ? ആ പിന്നെ, ഇവള് കള്ളിയ. നമ്മുടെ കണ്ണ് തെറ്റിയാലേ കൈ കിട്ടുന്നല്ല ഇവളെ അടിച്ചു മാറ്റും. അതുകൊണ്ട് ഈ ബാഗ് ഞാൻ എടുക്കാന്ന് പറഞ്ഞത്. ഇതിലല്ലേ വെഡിങ് സാരി ഓർണമെന്റ്സ് ഒക്കെ ഉള്ളത്. ഇവള് പൂഴ്ത്തിയാലേ കല്യാണം മുടങ്ങില്ലേ? ആ ശരിയാ. അതുകൊണ്ട് ആന്റി ഇത് കൊണ്ടുവയ്ക്ക. ഇതൊക്കെ നീ കൊണ്ടുവയ്ക്ക. പോ. ഞാൻ കള്ളിയാണല്ലേ? കണ്ണി കാണുന്നതൊക്കെ ഞാൻ അടിച്ചു മാറ്റുമല്ലേ? അത് ഞാൻ നിന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞല്ലേ. എന്നാലും എന്നെ കള്ളിന്ന് വിളിച്ചില്ലേ? കള്ളിന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം? കള്ളക്കണ്ണൻ എന്നൊക്കെ പറയാറില്ലേ? അത് ശ്രീകൃഷ്ണൻ കള്ളനായതുകൊണ്ടാണോ? അത് സ്നേഹം കൊണ്ട് പറയുന്നതല്ലേ? നീ ഒരു പാട്ട് കേട്ടിട്ടില്ലേ, കള്ളി പൂങ്കുയിലെ? അത് ആ പൂങ്കുയില് കള്ളിയായതുകൊണ്ടാണോ? പിന്നെ ഈ വികൃതി കാണിക്കുന്ന കുട്ടികളെ എടാ കള്ള എന്നൊക്കെ വിളിക്കാറില്ലേ? അത് ആ കുട്ടികൾ മോഷണം നടത്തിയതുകൊണ്ടാണോ? സ്നേഹം കൊണ്ടല്ലേ? പക്ഷേ വിശാൽ സാർ പറഞ്ഞതേ സത്യമാണെന്നല്ലേ? ആന്റി ആന്റി എന്ന് വിളിക്കാൻ നാവ് വഴങ്ങുന്നില്ലെങ്കിലേ അപ്പച്ചിന്ന് വിളിച്ചാ മതി. അപ്പച്ചീനി എപ്പോഴും എന്നെ സംശയത്തോടെയല്ലേ നോക്കുള്ളൂ? അത് നീ കള്ളി തന്നെയാ. വിശാൽ സാറേ, ഞാൻ അറിയാതെ എന്റെ ഹൃദയം നീ മോഷ്ടിച്ചില്ലേ? വാ. നിങ്ങളെന്തിനാ ഈ ബാഗുകളൊക്കെ ചുമക്കുന്നേ? ലഗേജ് ചുമക്കാനായിട്ട് ഒരാളെ ഞാൻ നിങ്ങളുടെ കൂടെ വിട്ടായിരുന്നല്ലോ. പാർവതി എവിടെ?
പെരുങ്കള്ളിയുടെ കയ്യില് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഏൽപ്പിക്കാൻ പറ്റുമോ? സുശീലാൻറ്റി, സോറി സുശീലാൻറ്റി, ആരെയാ പെരുങ്കള്ളി എന്ന് പറഞ്ഞേ? ഞാനല്ല പറഞ്ഞത്, വിശാല പറഞ്ഞത്. ഒരു പെരുങ്കള്ളിയെ നിങ്ങൾ എന്ത് ധൈര്യത്തിലാ ഈ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്? ജോലി ചെയ്ത് ശമ്പളം കൊടുത്തിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്ക്. പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഈ വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. വിശാലേ, പാർവതി കള്ളിയാണെന്ന് നീ പറഞ്ഞോ? ചോദിച്ചത് കേട്ടില്ലേ? ആ പേര് കൂടി ഇവൾക്കിരിക്കട്ടെ അച്ഛമ്മേ. ജോലിക്കാരി നമ്മ വിളിക്കുമ്പോ ഇവള് വിളി കേൾക്കുന്നില്ലേ? അതുപോലെ ഞാൻ കള്ളീന്ന് വിളിക്കുമ്പോഴും ഇവള് വിളി കേൾക്കും. തിരിച്ചടിക്കില്ല എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെ നെഞ്ചത്തോട്ടും ചാടിക്കയറാമല്ലോ, അല്ലേ അമ്മേ? വിശാൽ, പ്രഭേച്ചി അവിടെ ഇരിക്കെ. മോളെ ഇതൊന്ന് പിടിക്ക്. ജോലിക്കാരിയെന്ന് വിളിക്കുമ്പോ ഇവള് വിളി കേൾക്കുന്നത് ഇവളുടെ ഒരു ഔദാര്യമാണെന്നാണ് ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം, അല്ലേ? ഔദാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. എന്ത് വിളിച്ചാലും ഒരു പ്രതിഷേധവും കാണിക്കാതെ പാർവതി വിളി കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ജോലിക്കാരിയെ ജോലിക്കാരിയെന്ന് വിളിക്കുമ്പോ പ്രതിഷേധിക്കുന്ന എന്തിനാ? അതെനിക്ക് മനസ്സിലാകുന്നില്ല. പാർവതി, അതിന്റെ കാരണം എന്താണെന്ന് നീ തന്നെ സുശീലാന്റിക്ക് പറഞ്ഞു കൊടുക്ക്. ഈ വീട്ടിൽ നിന്റെ ശരിയായ സ്ഥാനം എന്താണെന്ന് നീ പറഞ്ഞു കൊടുക്ക് പാർവതി. പറഞ്ഞു കൊടുക്ക് പാർവതി. ഈ വീട്ടിൽ നിന്റെ സ്ഥാനം എന്താണ്? നീ ഇവിടത്തെ ജോലിക്കാരിയാണെന്നാണല്ലോ നീ എന്നോട് പറഞ്ഞത്. അതിലും വലിയ സ്ഥാനം നിനക്കുണ്ടെന്ന് ഗാർഗിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പറ, നീ ഇവിടുത്തെ ജോലിക്കാരിയല്ലേ? ജോലിക്കാരി അല്ലെങ്കിൽ നീ പിന്നാരാ?